ഒടുവിൽ ഇന്നലെ രാത്രി മുതൽ വന്നിരുന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ നടത്തിയ ലൈവിൽ ഈ ഒരു വാർത്ത പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. അതിന് തൊട്ടു പിന്നാലെ ഇറാൻ മീഡിയ പറഞ്ഞത് ഖമേനി ഇപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നാണ്. പക്ഷേ ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇറാൻ 40 ദിവസത്തെ ദുഃഖാചരണമാണ്. ഇതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ അവരുടെ ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്നു. ചുറ്റുമുള്ള ഗൾഫ് രാജ്യങ്ങളിലെല്ലാം മിസൈലുകൾ വാരി വിതറിക്കൊണ്ട് അതിഭീകരമായ ഒരു ആക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വലിയ പ്രതികാരാഗ്നിയിൽ വെന്തുരുകയാണ് ഇറാനിയൻ ഈ ജനത, അല്ലെങ്കിൽ ഖമേനിയുടെ പിൻഗാമികൾ എന്ന് തന്നെ പറയേണ്ടി വരും. രക്തസാക്ഷിയായി ഇറാൻ എന്നാണ് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെ നടുക്കിക്കൊണ്ടുള്ള ഒരു വലിയ ആക്രമണമാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ നടക്കുന്നത്. അതിൽ UAE, ബഹ്റിൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ വിമാനത്താവളങ്ങളുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഈ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയുമൊക്കെ മിസൈലുകൾ തന്നെ പായിച്ചുകൊണ്ടാണ് ഇറാന്റെ ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. 1989 അധികാരമേറ്റ അയത്തുള്ള ഖൊമേനി കഴിഞ്ഞ 36 വർഷമായിട്ട് ഇറാന്റെ അവസാന വാക്ക് എന്ന് തന്നെ പറയാമായിരുന്നു. അത്തരത്തിലുള്ള വ്യക്തിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഒരു വലിയ പ്രതികാരം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ഖമേനി ഒളിച്ചിരുന്ന, അല്ലെങ്കിൽ സുരക്ഷിതനായിരുന്ന ഭൂഗർഭ ബങ്കറിൽ വീണ ആ ഒരു ആക്രമണമാണ് ഇപ്പോൾ ഈ മരണത്തിന് കാരണമെന്നാണ് ഇപ്പോൾ അതിനെ മറ്റ് രാജ്യങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. പശ്ചിമേഷ്യ ഒരു കനത്ത സംഘർഷത്തിലേക്ക് തന്നെയാണ്. ഇന്നലെ രാത്രിയിലും ഒട്ടും അയവില്ലാതെ, കാരണം ജനവാസ കേന്ദ്രങ്ങൾ സാധാരണഗതിയിൽ ഈ യുദ്ധസമയത്ത് ആക്രമിക്കാറില്ല. പക്ഷേ ഇവിടെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. ഇതൊരു വൈകാരികമാണ്. പലരും കരുതിയത് ഇറാനിൽ കുട്ടികൾ കൊല്ലപ്പെട്ടതിന്റെ പ്രതികാരമാകാം, ഇല്ല എങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ഉന്നത കമാൻഡർ മരിച്ചതിന്റെ പ്രതികാരമാകാം. പക്ഷെ അതല്ല, ജനവാസ കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യം വെക്കാൻ തന്നെ കാരണം ഈ ഖമേനിയുടെ മരണമാണ്. ഈ ഖമേനിയുടെ മരണം അവരെ പിടിച്ചുലച്ചിരിക്കുന്നു. ഹോർമിസ് കടലെടുക്ക അടച്ചിരിക്കുന്നു. ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് ലോകം നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.